ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മളും ഇവിടെ സുഖമായിട്ട് അടിപൊളിയായിട്ടിരിക്കുന്നു. അപ്പം ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ഒരു ജോലി ദിവസത്തെ വൈകുന്നേരം തൊട്ട് രാത്രി വരെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പം ഇന്ന് തൊട്ട് അങ്ങോട്ട് 5 ദിവസം കണ്ടിന്യൂസ് നൈറ്റ് ഷിഫ്റ്റ് ആണ്. നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാലോ, ഞാൻ നൈറ്റ് ഷിഫ്റ്റ് മാത്രമാണ് ചെയ്യുന്നത്. ഇപ്പം ഇവർക്കിവിടെ സമ്മർ വെക്കേഷൻ ആയതുകൊണ്ട് കുഴപ്പമില്ല, എന്നാലും കുഴപ്പമുണ്ട്. കാരണം പകൽ ഇവർ വീട്ടിലിരിക്കുന്ന സമയത്ത് ആരും വീട്ടിലുണ്ടാവില്ല. ഇനി ഇവർ സ്കൂളിൽ പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിലും നമ്മളിവർ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് ആരും വീട്ടിലുണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ നൈറ്റ് ഷിഫ്റ്റാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവർ പകൽ വരുമ്പോൾ നമ്മൾ വീട്ടിലുണ്ടാവുമല്ലോ. അപ്പോൾ ഇവിടെ സമ്മർ ആയതുകൊണ്ട് തന്നെ ഇതാ നല്ല വെയിലും വെളിച്ചവും വെട്ടവും ഒക്കെയാണ്. പക്ഷേ ഇന്നലത്തെ വൈകിട്ടത്തെ മഴയിൽ നല്ല വെള്ളമൊക്കെ അകത്തോട്ട് അടിച്ചു കയറി നമ്മുടെ ആ ടീപ്പോയിൽ പൊടിയും കൂടി ആയിട്ട് ഒരുമാതിരി അളുമ്പ് പരുവത്തിൽ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒരു പേപ്പർ ടവൽ നനച്ചെടുത്ത് അതൊക്കെ ഒന്ന് തുടച്ചെടുത്തതാണ്. കഴിഞ്ഞ വർഷം നമ്മൾ നാട്ടിൽ പോയതുകൊണ്ട് തന്നെ ഒരുപാട് ചെടിയും കാര്യങ്ങളും ഒന്നും വെച്ചിട്ടില്ലായിരുന്നു. ഈ വർഷം അത്യാവശ്യം കുറച്ച് ചെടിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഹാങ്ങിങ് ബാസ്ക്കറ്റ് കുറച്ച് വർഷം മുമ്പ് വാങ്ങിച്ചാണ്, 2-3 വർഷമായതാണ്. അപ്പോൾ എല്ലാ വർഷവും നമ്മൾ ഹാങ്ങിങ് ബാസ്ക്കറ്റ് പുതിയതായിട്ട് കടയിൽ നിന്ന് വാങ്ങിക്കാൻ പോവുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വിലയാണ്. അപ്പോൾ ഞാൻ ആ ഒരു ബാസ്ക്കറ്റ് അങ്ങനെ കീപ്പ് ചെയ്തിട്ട് വലിയ ട്രേയിലുള്ള ചെടികൾ അങ്ങ് വാങ്ങിക്കും. എന്നിട്ട് എൻ്റെ ഉള്ള ചട്ടിയിലെല്ലാം അതങ്ങോട്ട് ഫില്ല് ചെയ്യും. അപ്പം നമുക്കൊരു 12 ചെടി വരെ ഒരു ട്രേയിൽ കിട്ടും. ഒരു $5 കൊടുത്താൽ മതി. അപ്പോൾ ആ സ്ഥാനത്ത് ഒരു ഹാങ്ങിങ് ബാസ്ക്കറ്റിന് നമ്മൾ $20, $25, $30, അത് അതിൻ്റെ ഓരോ സ്ട്രക്ചറും അതിനകത്തെ ഭംഗിയും ഒക്കെ അനുസരിച്ചിട്ട് വില കൂടി വരും. അപ്പം ഞാൻ അങ്ങനെയാണ് ഇപ്പോൾ എല്ലാ വർഷവും ചെയ്യുന്നത്. നമ്മുടെ കയ്യിൽ എന്തായാലും അതിൻ്റെ ബാസ്ക്കറ്റ് ആ ചട്ടി ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനകത്തോട്ട് നമ്മൾ മണ്ണൊക്കെ ഇട്ട് വാങ്ങിച്ച് ചെടികൾ അങ്ങോട്ട് വെച്ചാൽ നമുക്ക് അതിൻ്റേതായിട്ടൊരു സാറ്റിസ്ഫാക്ഷൻ, ഈ ഇങ്ങനെ എന്താ പറയണ്ടേ, റെഡിമെയ്ഡ് വാങ്ങിച്ചുകൊണ്ട് വരുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടും ഇല്ല. നമുക്കത് നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത് നമ്മുടെ ഒരു ഇഷ്ടത്തിനൊക്കെ വെക്കുകയും ചെയ്യാം. അപ്പോൾ ഊണൊക്കെ കഴിഞ്ഞിട്ടാണ് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ ഡൈനിങ് ടേബിളൊക്കെ പൈൻസോളിൻ്റെ സൊല്യൂഷനെ ഒന്ന് ഡൈല്യൂട്ട് ചെയ്ത്, എൻ്റെ പൈൻസോളിൻ്റെ കുപ്പിയിൽ തീരാറായി. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടിയൊക്കെ ഒഴിച്ച് അതും കൂടിയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് തുടച്ചെടുത്തു. അപ്പോൾ നല്ലൊരു സ്മെല്ലാണല്ലോ. അപ്പം എല്ലാവർക്കും സാമ്പാർ വെക്കാൻ അറിയാം എന്നെനിക്കറിയാം, എന്നാലും നമ്മൾ ഓരോരുത്തർ വെക്കുന്നത് ഓരോ രീതിയിലാണല്ലോ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ സാമ്പാർ റെസിപ്പി ചുമ്മാ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഞാനൊരു 1/2 കപ്പിൽ താഴെ നമ്മുടെ പരിപ്പ് എടുത്തിട്ടുണ്ട്, തുമരപ്പരിപ്പ്. അത് നന്നായിട്ട് കഴുകിയിട്ട് ആദ്യം തന്നെ കുക്കറിലിട്ടിട്ട് കണക്കും കൈയൊന്നുമില്ല, കുറേ വിസിലടുപ്പിച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് കലക്കിയെടുക്കും. ഈ പച്ചക്കറിയൊക്കെ വെന്ത് വരുന്ന സമയത്ത് ഈ പരിപ്പ് ഇങ്ങനെ വേവാതെ കിടക്കുന്നത് കാണുന്നത് എനിക്കൊരു ബുദ്ധിമുട്ടാണ്. ചില സാമ്പാറിലൊക്കെ പരിപ്പ് ഇങ്ങനെ അങ്ങനെ കിടക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് പരിപ്പിനെ അങ്ങോട്ട് നന്നായിട്ട് ഉടച്ചങ്ങോട്ട് വേവിച്ചെടുത്തിട്ടാണ് പിന്നെ പച്ചക്കറി ആഡ് ചെയ്യുന്നത്. അപ്പോൾ മിക്കവാറും ബാക്കി പച്ചക്കറികളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ഉരുളക്കിഴങ്ങ് കൂടി ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ആ സമയം കൊണ്ട് വിനീത് പുറത്ത് പോയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ലൈബ്രറിയിൽ കയറി കിച്ചും വാണിയും ഓൺലൈനിൽ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ബുക്സൊക്കെ എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ ഇപ്പോൾ സമ്മർ ടൈം ആയതുകൊണ്ട് തന്നെ ഇവർ കിൻഡൽ കണക്കിന്, ട്രക്ക് കണക്കിനാണ് ബുക്ക് എടുത്തുകൊണ്ട് വരുന്നത്. അതുകൊണ്ട് ഞാൻ ഇതുപോലെ ഒരു ബാസ്ക്കറ്റ് അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവർ കൊണ്ടുവരുന്ന ബുക്സ് എല്ലാം അതിനകത്തോട്ട് കീപ്പ് ചെയ്തിട്ട് നൈറ്റ് ആകുമ്പോൾ അതിനകത്ത് വെച്ചിട്ട് പോകാൻ പറ്റുമല്ലോ. അപ്പോൾ എനിക്ക് വേണ്ട ഒരു ബുക്കും കൂടി ഞാനൊന്ന് എടുത്തിട്ടുണ്ട്. ഈ ഒരു ബുക്കാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. മേരി കോണ്ടോയുടെ വളരെ ഫേമസ് ആയിട്ടുള്ള ബുക്കാണ് ദി ലൈഫ് ചേഞ്ചിങ് മാജിക് ഓഫ് ടൈഡിങ് അപ്പ്. അപ്പോൾ ഇത് വളരെ വളരെ സിമ്പിളായിട്ട് എഴുതിയിട്ടുള്ളൊരു ബുക്കാണ്. നമുക്കിങ്ങനെ വായിക്കണം, അല്ലെങ്കിൽ വായിക്കുമ്പോൾ ആ ഒരു കണ്ടിന്യൂറ്റി കിട്ടുന്നില്ല എന്നൊക്കെ തോന്നുന്നവർക്ക് ഒരു സ്റ്റാർട്ടിങ്ങിൽ വായിക്കാൻ പറ്റിയൊരു ബുക്കാണ്. ഈ ഒരു കണ്ടന്റിനോട് താല്പര്യമുണ്ടെങ്കിൽ. അപ്പോൾ എനിക്ക് ആ ഒരു ബുക്ക് വായിച്ചു തുടങ്ങി. ഇപ്പം ഞാൻ കുറച്ച് വായിച്ചു, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നമുക്കത് വായിച്ചുകൊണ്ടിരിക്കാൻ തോന്നുന്ന ഒരു തരത്തിലുള്ള ബുക്കാണ്. അപ്പം ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നല്ല കണ്ടന്റാണ്. നമുക്ക് കുറേ കാര്യങ്ങൾ എഗ്രി ചെയ്യാൻ പറ്റുന്നുണ്ടാവും, കുറേ കാര്യങ്ങൾ എഗ്രി ചെയ്യാൻ പറ്റാത്തതുണ്ടാവും. അത് ഏത് ബുക്ക് വായിക്കുമ്പോഴും അങ്ങനെയാണല്ലോ. അപ്പം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പക്ഷെ വളരെ സിമ്പിൾ ലാംഗ്വേജിൽ എഴുതിയിട്ടുള്ള, നമുക്ക് ഈസി ആയിട്ട് വായിച്ചു പോകാൻ പറ്റുന്ന ഒരു ബുക്കാണ്. അപ്പം നമ്മൾ ബാക്ക് ടു അവർ സാമ്പാർ. ഞാൻ കുറച്ച് ഉള്ളിയൊക്കെ പൊളിച്ച് നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഒന്ന് സാമ്പാർ പരുവത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഉള്ളി ഞാൻ കട്ട് ചെയ്ത് വെക്കൽ കുറവാണ്. പക്ഷേ ഒരു 3-4 ദിവസത്തേക്കൊക്കെ ഇങ്ങനെ നമ്മൾ പൊളിച്ച് വെച്ചാൽ അങ്ങനെ ഇരുന്നോളും. പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് അരിയുന്നതായതുകൊണ്ട് നമ്മുടെ കണ്ണിനും വലിയ പരാതിയില്ല, നീറ്റൽ ഒന്ന് കുറഞ്ഞു കിട്ടും. അപ്പോൾ അങ്ങനെ സാമ്പാർ പരുവത്തിൽ നമ്മുടെ ഉള്ളീനെ ഒന്ന് കട്ട് ചെയ്തെടുത്തു. ഇനി വേറൊരു ഉള്ളിയും കൂടി ഉണ്ട്, അതിനെ നമുക്ക് തോരന് വേണ്ടിയിട്ടും കട്ട് ചെയ്തെടുക്കണം. അപ്പം ഞാൻ അതിനെ കുനുകുന എന്നൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള പച്ചക്കറികൾ, നമ്മുടെ ക്യാരറ്റ് തോരന് വേണ്ടിയിട്ടും സാമ്പാറിന് വേണ്ടിയിട്ടും ഒക്കെ പച്ചക്കറി ഒന്ന് ഓൾറെഡി ഫ്രിഡ്ജിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഉരുളക്കിഴങ്ങ് ചിലപ്പോൾ നേരത്തെ അരിഞ്ഞു വെച്ചാൽ അതിൻ്റെ കളർ മാറണ്ടെന്ന് വെച്ചിട്ടാണ് അത് മാത്രം ഇപ്പോൾ അരിഞ്ഞത്. ഇനി സാമ്പാറിനുള്ള കുറേ സാധനങ്ങളൊക്കെ എനിക്ക് ഫ്രീസറിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ, അത് ഞാൻ വഴിയെ കാണിച്ചു തരാം. ഇത് നമ്മുടെ പച്ചമുളകാണ്.
ഇതിനെ ഞാൻ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ കഴുകാറൊന്നുമില്ല, അങ്ങനെ അങ്ങോട്ട് ഫ്രീസറിൽ വെക്കും. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള സമയത്ത് വേണ്ട പച്ചമുളക് എടുക്കുക, അതിൻ്റെ ഞെടുപ്പ് കളഞ്ഞെടുക്കുക, എന്നിട്ട് കഴുകി അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുക. നമ്മളിന്ന് കുറേ നേരം മുന്നേ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അലുത്ത് പോവും, അപ്പം അത് അഴുക്കായി പോവും. പക്ഷെ നമ്മൾ ആവശ്യമുള്ള സമയത്ത് മാത്രം ഫ്രീസറിൽ നിന്ന് എടുത്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാസങ്ങളോളം ഇത് അങ്ങനെ തന്നെ ഫ്രിഡ്ജിലിരുന്നോളും. നമ്മുടെ പച്ചമുളക് ഫ്രിഡ്ജിൽ വാങ്ങിച്ചു വെച്ച് അളിഞ്ഞു പോകുന്ന ആ ഒരു പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. എരിയൊന്നും കുറയത്തൊന്നുമില്ല, നന്നായിട്ട് തന്നെ ഇരുന്നോളും. അപ്പോൾ ഞാൻ ഒരു കാസ്റ്റ് അയൺ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയാണ് ഈ ആഡ് ചെയ്യുന്നത്. കണ്ടാൽ തോന്നുന്നു നമ്മുടെ ഫേസിൽ പുരട്ടുന്ന ക്രീമാണെന്ന്. ഇപ്പം സമ്മർ ആണെങ്കിലും എൻ്റെ ഇവിടെ വെളിച്ചെണ്ണ കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ ഹീറ്റൊക്കെ ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ടല്ലോ അകത്ത്. പിന്നെ നമ്മുടെ കടുകും എന്താ പറയണ്ട വറ്റൽമുളകും പച്ചമുളകും ഒക്കെ അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുത്തു. ബീൻസ് തോരനാണ് വെക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ പച്ചമുളക് ഇച്ചിരി നീളത്തിൽ കട്ട് ചെയ്തത്. ഇനി ബീൻസും പച്ചമുളകും കൂടെ കൺഫ്യൂഷനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് എന്നിട്ട് നമ്മുടെ ഉള്ളിയൊക്കെ ഇട്ട് ഇച്ചിരി ഉപ്പുമൊക്കെ ഇട്ട് ഒന്ന് വഴറ്റാൻ ഇട്ടിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് സാമ്പാറിലോട്ട് വേണ്ട മറ്റ് ഫ്രോസൺ വെജിറ്റബിൾസും കൂടെ ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യൻ പച്ചക്കറികൾ ചിലപ്പോഴൊക്കെ ഇവിടെ ഇന്ത്യൻ സ്റ്റോറിൽ ചെല്ലുമ്പം എല്ലാം കാണണം എന്നില്ല. ഇനി ചില സമയത്തൊക്കെ ഉണ്ടെങ്കിൽ തന്നെ വാടിയതും ഉണങ്ങിയതും ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഫ്രോസൺ കട്ട് ചെയ്ത പച്ചക്കറികൾ കാണുമ്പോൾ നമ്മുടെ ഇന്ത്യൻ പച്ചക്കറികൾ പ്രത്യേകിച്ചും വാങ്ങിച്ചുകൊണ്ട് വരും. അപ്പോൾ അതിനകത്തുനിന്ന് കുറച്ച് വെണ്ടയ്ക്കയും കൂടെ നമ്മുടെ ഉള്ളിയുടെ കൂടെ വഴറ്റി ചേർക്കാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് സാമ്പാറിന്. ഇത് നമ്മുടെ ബീൻസ് ഞാൻ തന്നെ നമ്മുടെ ഫ്രഷ് ബീൻസ് വാങ്ങിച്ചിട്ട് തോരൻ പരുവത്തിൽ കട്ട് ചെയ്ത് ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പം ഞാൻ നൈറ്റൊക്കെ ചെയ്തിട്ട് വരുമ്പോൾ ഉണ്ടല്ലോ, ഒരു തോരനൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ വളരെ വളരെ ഈസി ആയിട്ട് വെക്കാൻ പറ്റും. കാരണം ഇത് കട്ട് ചെയ്തെടുക്കുന്നതാണല്ലോ ബുദ്ധിമുട്ട്. എല്ലാവർക്കും ഇവിടെ ബീൻസ് തോരൻ ഇഷ്ടമാണ്, പക്ഷേ കട്ട് ചെയ്യുന്നത് ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനിത് സമയം കിട്ടുമ്പോൾ ഒക്കെ കട്ട് ചെയ്ത് വെക്കും. അപ്പം നമ്മുടെ പരിപ്പ് നല്ല വെന്ത് വന്ന് അതിനകത്ത് ആവിയൊക്കെ പോയപ്പോൾ ഞാൻ കുറച്ച് പച്ചക്കറികൾ ആദ്യം ആഡ് ചെയ്തു. പിന്നെ നമ്മുടെ മുരിങ്ങക്കോല് ഫ്രോസൺ ആണ്, അതിനൊരു ടേസ്റ്റ് വ്യത്യാസമോ കാര്യമോ അല്ലെങ്കിൽ വേവുന്നതിന് താമസമോ ഒന്നുമില്ല. ഇത് നമ്മുടെ പടവലങ്ങയാണ്. അപ്പോൾ എപ്പോഴും തന്നെ ചെല്ലുമ്പോൾ ചിലപ്പോൾ ഇച്ചിരി ബ്രൗൺ ഷെയ്ഡിലൊക്കെ ആയിരിക്കും നമ്മുടെ ഈ ഫ്രഷ് പടവലങ്ങ വാങ്ങിച്ചാൽ. ഇത് ഫ്രോസൺ ആണ്, നല്ല അടിപൊളിയായിട്ട് ഇരുന്നോളും. പണ്ട് ഇത് റിങ് ആയിട്ട് കട്ട് ചെയ്തായിരുന്നു വരുന്നത്. അപ്പം ഞാൻ അതിനെ നടുക്കൂടെ ഒന്ന് മുറിച്ച് നീളനാക്കുമായിരുന്നു. ഇപ്പം എൻ്റെ കഷ്ടപ്പാട് കണ്ടിട്ടാണോ എന്നറിയില്ല, ഇവരിത് നീളത്തിൽ തന്നെ കട്ട് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വിടുന്നത്. ഇത് നമ്മുടെ വോൾമാർട്ടിൽ നിന്ന് വാങ്ങിച്ച നമ്മുടെ ബീൻസിലെ സാധാരണ ബീൻസ് നമ്മുടെ മെഴുക്കുവരട്ടിയൊക്കെ വെക്കാൻ പറ്റുന്ന പരുവത്തിൽ കട്ട് ചെയ്ത് വെച്ചതാണ്. നിങ്ങൾ തന്നെ നോക്കിക്കുക, എന്തോരം നല്ല ഭംഗിയിൽ നല്ല ഫ്രഷ് ആയിട്ടാണ് ഇരിക്കുന്നത്. എൻ്റെ ഒരു ജോലിയുടെ സ്വഭാവവും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഫ്രോസൺ വെജിറ്റബിൾസ് വാങ്ങിച്ചു വെക്കുമ്പം എൻ്റെ അടുക്കളപ്പണി കുറേ എളുപ്പമാവാറുണ്ട്. ഇനി ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികൾ വാങ്ങിച്ചു വെക്കുമ്പോഴും ഇപ്പം നമ്മളൊരു അവിയൽ വെക്കണം എന്ന് വിചാരിക്കുന്ന ദിവസം ചിലപ്പോൾ അവിയൽ വെക്കാൻ പറ്റിയെന്ന് വരില്ല. നമ്മളൊരു 4-5 ദിവസം കഴിഞ്ഞെടുക്കുമ്പോഴത്തേക്ക് ആ പച്ചക്കറി ഇരുന്ന് അഴുക്കായി പോകും. അപ്പം നമ്മൾ ഇത്രയും വില കൊടുത്ത് വാങ്ങിച്ചുകൊണ്ട് വരുന്ന പച്ചക്കറിയല്ലേ, അതുകൊണ്ട് ഞാൻ ഫ്രഷ് വാങ്ങിച്ചാൽ പോലും ചിലപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് ഫ്രോസൺ ആക്കി വെക്കാറുണ്ട്. ഇത് നമ്മുടെ ഫസി സ്ക്വാഷ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു സാധനമാണ്. നമ്മുടെ കുമ്പളങ്ങ വെള്ളരിക്കയുടെ സ്വഭാവമുള്ള ഒരു സാധനം. അപ്പോൾ അവിയലിനും സാമ്പാറിനും വെള്ളരിക്ക പോലെ തന്നെ ഇരിക്കും. അത് നമുക്ക് ആഡ് ചെയ്യാം. ആ ഫാമിലി തന്നെ, കുക്കുംബർ ഫാമിലി തന്നെയാണ്. അപ്പോൾ അതിനെ ഞാൻ സാമ്പാർ പരുവത്തിൽ കട്ട് ചെയ്ത് കുറേ വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് സിപ്ലോക്ക് ബാഗിലാക്കി വെച്ചതാണ്. ഇത് കണ്ടോ, ഇതുപോലെ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സിലാക്കി ഞാൻ അവിയലിൻ്റെ പരുവത്തിലും സാമ്പാറിൻ്റെ പരുവത്തിലും കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഫ്രോസൺ ആക്കി അങ്ങ് വെക്കും. അപ്പം നമുക്ക് നല്ല എളുപ്പമാണ്. ഈ പച്ചക്കറി ഫ്രിഡ്ജിലിരുന്ന് അഴുക്കായി പോകത്തുമില്ല. പിന്നെ എനിക്ക് നൈറ്റൊക്കെ കഴിഞ്ഞ് വന്ന് കുക്ക് ചെയ്യാൻ നേരത്തും പെട്ടെന്ന് എടുത്ത് ചടപടയെന്ന് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഈ പച്ചക്കറി കട്ട് ചെയ്യലും അരിയലും കഴുകലും ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യാറുണ്ട്. നമ്മൾ ഈ കടയിൽ പോയി ഫ്രഷ് വാങ്ങിച്ചുകൊണ്ട് വരുന്നത് തന്നെ വാടിക്കരിഞ്ഞ് അവർ വെള്ളവും കെമിക്കലും ഒക്കെ തളിച്ചോ അതിനെ ഫ്രഷ് ആക്കി വെക്കുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഫ്രോസൺ സാധനങ്ങളും ഫ്രഷ് ആണെങ്കിലും നന്നായിട്ട് കഴുകി ഫ്രീസ് ചെയ്തും ഒക്കെ വെക്കാറുണ്ട്. അപ്പം നമ്മുടെ പച്ചക്കറികൾ ഫ്രോസണും ഫ്രഷും എല്ലാം കൂടി ആഡ് ചെയ്തിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ആഡ് ചെയ്തു. ഇനി ഇതിനെ അടച്ചു വെച്ച് ഒരൊറ്റ വിസിലിൽ അങ്ങോട്ട് കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പച്ചക്കറി അങ്ങോട്ട് വെന്ത് കിട്ടും. അപ്പം പരിപ്പ് ഓൾറെഡി വെന്ത് നല്ല ഉടഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി പിന്നെ നമ്മുടെ ഉപ്പും മഞ്ഞളും ഒക്കെ എടുത്തടത്ത് തന്നെ തിരിച്ചു വെച്ചാൽ എല്ലാ പണിയും കഴിയുമ്പം പിന്നെ ഒരുപാട് സാധനങ്ങൾ നിരന്ന് കിടന്ന് അഡീഷണൽ പണികളില്ലാതിരിക്കും. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ക്യാരറ്റ് ചോപ്പ് ചെയ്ത് വെച്ചപ്പോൾ എവിടെയോ എന്തോ ആലോചിച്ചുകൊണ്ട് ഇന്ന് ചോപ്പ് ചെയ്ത് അതങ്ങോട്ട് തരി പോലെ ആയിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ബീൻസിൻ്റെ കൂടെ ആഡ് ചെയ്യാതിരുന്നത്. അപ്പോൾ ബീൻസൊക്കെ ഒരു ഹാഫ് കുക്കായി വന്നപ്പം നമ്മുടെ ക്യാരറ്റ് ഒരുമാതിരി ഹൽവ വെക്കാൻ പറ്റുന്ന പരുവത്തിലായിപ്പോയി. അതും കൂടി അങ്ങോട്ട് ആഡ് ചെയ്തു. പക്ഷേ തോരൻ വെച്ച് വന്നപ്പോൾ ടേസ്റ്റിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് ഇനി അതും കൂടി ഒന്ന് ആവി കയറുമ്പോൾ വെന്ത് വരുമല്ലോ. ഇനി കുക്കറിൽ വെച്ചേക്കുന്നതും കാസ്റ്റ് അയൺ പാനിൽ വെച്ചേക്കുന്നതും
അതും ഒന്നും വേവിക്കാൻ വേണ്ടി നമ്മൾ കൂട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് നമ്മുടെ തറയൊക്കെ ഒന്ന് അടിച്ചു വാരി എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇനിയിപ്പോൾ അരിയലും പെറുക്കലും പരിപാടികളൊന്നും ഇല്ലല്ലോ. നമുക്ക് എല്ലാവർക്കും നമ്മുടെ പണികൾ കഴിഞ്ഞ് പെട്ടെന്നൊന്ന് ഫ്രീ ആകണം എന്നായിരിക്കുമല്ലോ എല്ലാവരുടെയും ആഗ്രഹം. അപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയുടെ ഇടയ്ക്ക് ഒഴിവ് കിട്ടുന്ന സമയത്ത്, എന്നാൽ അടുപ്പിലിരിക്കുന്നത് കരിഞ്ഞു പോവാതെ ഒന്നിടയ്ക്ക് ഒന്ന് അടിച്ചു വാരുവോ അല്ലെങ്കിൽ നമ്മുടെ പാത്രം കഴുകി വെക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ പണിയും ഏകദേശം ഒരേ സമയത്ത് കഴിഞ്ഞങ്ങോട്ട് ഇറങ്ങാൻ പറ്റും. അല്ലെങ്കിൽ ഈ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ കുറേ പാത്രം കഴുകാനും അതുപോലെ തന്നെ നമുക്ക് അടിച്ചു വാരാനും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പം പിള്ളേർക്കിപ്പം സമ്മർ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ കുറേ TV കാണലും കമ്പ്യൂട്ടറും ഒക്കെ ഉണ്ട്. പക്ഷേ ഈ ബുക്സ് എടുത്തുകൊണ്ട് കൊടുക്കുന്നത് കൊണ്ട് വളരെ എന്താ പറയണ്ടേ, ഒരു സമാധാനമുണ്ട്. കുറച്ച് സമയമൊക്കെ ഈ ബുക്കും കൊണ്ട് ഇരുന്നോളും. അപ്പോൾ അങ്ങനെ നമ്മൾ ബുക്സ്, അവർക്ക് ഇഷ്ടപ്പെടുന്ന ബുക്സ് കേട്ടോ, നമ്മൾ പറയുന്ന ബുക്സ് ഒന്നും, ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ബുക്കൊക്കെ സജസ്റ്റ് ചെയ്യാറുണ്ട് കിച്ചുവിനോട്. പക്ഷെ അതൊന്നും അവന് വായിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് ആയിട്ടില്ല. ഇപ്പം ഞാൻ വായിക്കുന്ന ബുക്സുകളോ അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ബുക്കോ വേറൊരാൾക്ക് വായിക്കാൻ ഇഷ്ടമുണ്ടാവണം എന്നില്ല. അപ്പം ഞാൻ ഇടയ്ക്ക് സജസ്റ്റ് ചെയ്യും, ഇടയ്ക്ക് പറയും എടുത്തൊന്ന് വായിച്ച് നോക്ക്, നിനക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നറിയാലോ എന്നൊക്കെ പറയും. പക്ഷേ അവർക്ക് ഇഷ്ടപ്പെടുന്ന കുറേ കാർട്ടൂൺ ടൈപ്പിലുള്ള ബുക്സോ ഒക്കെ ആയിരിക്കും. അപ്പോൾ എൻ്റെ എന്നെ വഴക്ക് പറയും, അവർക്ക് ഇഷ്ടപ്പെടുന്ന ബുക്സാണ് അവർ വായിക്കേണ്ടത്. പിന്നെ അവരുടെ പ്രായത്തിനനുസരിച്ചിട്ട് അവർക്ക് ആ ഒരു ടേസ്റ്റിനകത്തൊക്കെ വ്യത്യാസം വരും. അപ്പോൾ ആ ഒരു ശീലം മാറ്റാണ്ടിരിക്കുക, നമ്മൾ ഫോഴ്സ് ചെയ്തിട്ട് അവരോട് അത് വായിക്കും ഇത് വായിക്കുമെന്ന് പറഞ്ഞിട്ട് അവസാനം ആ ഒരു കാര്യത്തിനെ തന്നെ വെറുപ്പിക്കുന്ന പരിപാടി ചെയ്യരുത്. അവർക്ക് ഇഷ്ടമുള്ളത് വായിച്ചോട്ടെ. ഈ ബുക്സൊക്കെ കുട്ടികൾക്ക് വായിക്കാനുള്ള ബുക്സ് ആണല്ലോ, അതുകൊണ്ട് അതെങ്കിലും വായിച്ചോട്ടെ. അപ്പം ഒരു കണക്കിന് ശരിയാണ്. ഈ TVയും കമ്പ്യൂട്ടറും ഒക്കെ കാണുന്നതിന് പകരം കുറച്ച് നേരം ഈ ബുക്സൊക്കെ നമ്മൾ എടുത്തുകൊണ്ട് കൊടുക്കുമ്പം വായിച്ചുകൊണ്ടിരുന്നോളും. അതുപോലെ തന്നെ ഇവിടെ ലൈബ്രറിയിലെ മെമ്പർഷിപ്പ് ആണെങ്കിലും ഫ്രീ ആണ്. നമുക്ക് പോയി ഇഷ്ടമുള്ള ബുക്സ് എടുത്തുകൊണ്ട് വരാം. റിന്യൂ ചെയ്യേണ്ടതാണെങ്കിലും ഓട്ടോമാറ്റിക്കലി റിന്യൂ ആയിക്കോളും. പിന്നെ ആരെങ്കിലും ആ ബുക്ക് ഓൾറെഡി റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഓട്ടോമാറ്റിക് റിന്യൂവൽ ഇല്ലാതെ അത് നമ്മൾ അപ്പം തന്നെ തിരിച്ചു കൊടുക്കണം. എന്ന് വെച്ചാൽ നമ്മൾ എടുത്ത ആ ഒരു ഡ്യൂറേഷൻ കഴിയുമ്പോൾ തിരിച്ചു കൊടുക്കണം എന്നുള്ള മെസ്സേജസ് വരുള്ളൂ. അപ്പോഴത്തേക്ക് നമ്മുടെ ബീൻസ് ഒക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്തോട്ട് തേങ്ങാപ്പീരയും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും കൂടെ മിക്സ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് ആവി കയറി വരുമ്പോൾ നമ്മുടെ തോരൻ റെഡിയാണ്. ഇനി കാസ്റ്റ് അയൺ പാൻ ആയതുകൊണ്ട് തന്നെ അതൊന്ന് തോർന്നു വരാൻ വേണ്ടി ഒരുപാട് നേരം ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കരിഞ്ഞു പോകും. അതുകൊണ്ട് ഇനി നമുക്ക് തീയൊക്കെ ഓഫ് ചെയ്തിട്ട് അങ്ങോട്ട് ഇട്ടാലും ആ ചൂടിൽ കിടന്ന് അതൊന്ന് റെഡി ആയിട്ട് വന്നോളും. അപ്പോൾ ഇതെൻ്റെ സ്ഥിരം ദോശത്തവയാണ്, ഇതും കാസ്റ്റ് അയൺ ആണ്. അപ്പോൾ ഇതിനെ ഞാനൊന്ന് കഴുകി ഇനി ഇച്ചിരി എണ്ണയൊക്കെ പുരട്ടി വെക്കുകയാണ്. അപ്പോൾ ഇതെപ്പോഴും നമ്മൾ ദോശ ഉണ്ടാക്കുന്നതായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആ ഒരു ദോശ ഉണ്ടാക്കുന്ന ഭാഗത്ത് അത്യാവശ്യം നല്ല എണ്ണമയവും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല മയങ്ങിയിരിക്കുന്നതാണ്. പക്ഷെ അതിൻ്റെ ബാക്ക് സൈഡ് ഉണ്ടല്ലോ, അവിടെ ചിലപ്പോൾ നമ്മൾ കഴുകി വെച്ചിട്ട് എണ്ണയൊന്നും പുരട്ടിയില്ലെങ്കിൽ തുരുമ്പടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ അതിൻ്റെ ബാക്ക് സൈഡിലും കൂടെ ഒരിത്തിരി എണ്ണയൊന്ന് പുരട്ടി ഒരു പേപ്പർ ടവൽ വെച്ചിട്ടോ അല്ലെങ്കിൽ സ്ഥിരമായിട്ടൊരു തുണി ഞാൻ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ആ തുണി എടുത്ത് മാറ്റി. അപ്പോൾ അത് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ പൂൾ ചെയ്ത് എണ്ണ ഒഴിക്കരുത്, ജസ്റ്റ് ഒരു ചെറിയ ലെയർ മാത്രം എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് എന്താ പറയുക തടവി കൊടുക്കുകയാണ്. അപ്പം നമ്മളിത് ഇതുപോലെ ചൂടായിട്ട് എടുത്തുകൊണ്ട് ചെയ്യണം എന്നൊന്നുമില്ല. ചൂടൊന്ന് ആറിയിട്ട് അതിനകത്ത് വെള്ളമയം മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നന്നായിട്ട് അതിനെ ചൂടാക്കുന്നത്. എന്നിട്ട് ചൂടൊക്കെ ഒന്ന് മാറി വരുമ്പോൾ ഇതുപോലെ ചെറിയൊരു ലെയർ ഓഫ് ഒരു എന്താ പറയുക എണ്ണയും കൂടി തേച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാസ്റ്റ് അയൺ പാൻ നല്ല കുട്ടപ്പനായിട്ട് വർഷങ്ങളോളം നമ്മൾ തലമുറകളായി കൈമാറി വരാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പാത്രമാണ്. നമ്മുടെ ഈ നോൺ സ്റ്റിക്ക് പോലെയല്ല. നോൺ സ്റ്റിക്ക് ഒരു 3-4 മാസം കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഇടപാട് തീരുമല്ലോ, പിന്നെ അതിനകത്ത് കുക്ക് ചെയ്യുന്നതും സേഫ് അല്ല. അപ്പം ഈ കാസ്റ്റ് അയൺ പാൻ ആണെങ്കിൽ നമുക്ക് ഹെൽത്തിയാണ്. ഫുഡ് ഉണ്ടാക്കുമ്പോഴും കുറച്ചും കൂടി ടേസ്റ്റും നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും പാത്രം മാറി വാങ്ങിക്കാനും പോകണ്ട. വാങ്ങിക്കുന്ന സമയത്ത് ഒരു 1 ടൈം ഇൻവെസ്റ്റ്മെന്റ് എന്നൊക്കെ പറയുന്ന പോലെയാണ്. പിന്നെ പലപ്പോഴും ഇതിൻ്റെ മെയിൻ്റനൻസ് ആണ് ഒരു ബുദ്ധിമുട്ട്. പക്ഷെ നമ്മൾ വൺസ് അതുമായിട്ടൊന്ന് യൂസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ മെയിൻ്റനൻസ് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നില്ല. ഞാനിപ്പോൾ കുറേ നാളായിട്ട് കാസ്റ്റ് അയൺ പാൻ യൂസ് ചെയ്യുന്നതാണ്. വളരെ വളരെ നല്ലതാണ്. അപ്പോൾ അങ്ങനെ കാസ്റ്റ് അയൺ പാനിലോട്ടും സ്റ്റീൽ പാത്രങ്ങളിലോട്ടും ഒക്കെ സ്വിച്ച് ചെയ്യണം ആഗ്രഹമുള്ളവർ ഇനി പാത്രങ്ങൾ വാങ്ങിക്കുമ്പോൾ, ഇപ്പോൾ ഉള്ളത് കയ്യിലുള്ളത് പോയി കഴിയുമ്പോൾ വാങ്ങിക്കുന്ന സമയത്ത് അതുപോലുള്ള പാത്രങ്ങൾ വാങ്ങിച്ചാൽ മതി. നമ്മളിങ്ങനെ എല്ലാം കൂടി ഒരു സമയത്ത് വാങ്ങിക്കുകയും വേണ്ട, പതുക്കെയായിട്ട് നമ്മൾ ചേഞ്ച് ചെയ്തെടുത്താൽ മതി. കാസ്റ്റ് അയൺ പാനിലൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനകത്ത് തന്നെ അങ്ങ് കീപ്പ് ചെയ്യരുത്. അതൊന്ന് ചൂടാറുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഈ ഫ്രിഡ്ജിലൊക്കെ വെക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന പാത്രങ്ങളിലോട്ടൊന്ന് മാറ്റി കൊടുക്കുക. അപ്പം നമ്മുടെ തോരനെ ഞാൻ 2 പാത്രത്തിലാക്കി ഒന്ന് മാറ്റി എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ സിലിക്കോണിൻ്റെ ആണോ എന്ന് എനിക്കറിയില്ല. ഒരു ലിഡ് നമ്മുടെ ഐക്കിയെന്ന് വാങ്ങിച്ചതാണ്. ഈ സൈഡിൽ നിന്ന് ഓപ്പൺ ചെയ്യാൻ നല്ല സുഖമായിട്ട് ഓപ്പൺ ചെയ്ത് വരും. പക്ഷെ മുകളിൽ നിന്ന് പിടിക്കുമ്പോൾ നല്ല എയർ ടൈറ്റ് ആയിട്ട് അടഞ്ഞിരിക്കുകയും ചെയ്യും. ഇനി നമുക്ക് ഇഡലിക്ക് അരച്ചു വെക്കണം. അപ്പോൾ ഇന്ന് അരയ്ക്കാൻ പോകുന്നത് മില്ലറ്റ് വെച്ചിട്ടുള്ള ഇഡലിയാണ്. അപ്പോൾ അതിന് ഒരു 1/2 കപ്പ് അവലും കൂടി വേണം. അപ്പോൾ അതൊന്ന് കുതിർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബൗളിനകത്ത് എടുത്ത് ഇത്തിരി
ഇത്തിരി വെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കുതിർന്നിരിക്കുമല്ലോ, അരയ്ക്കാൻ സമയമാകുമ്പോഴത്തേക്ക് കറക്റ്റായിട്ടിരിക്കും. അപ്പം ഞാൻ രാവിലെ മില്ലറ്റ് വെള്ളത്തിലിട്ട സമയത്ത് വീഡിയോ എടുത്ത് വെച്ചതാണ്. ഇത് സൂപ്പർ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ച മില്ലറ്റിൻ്റെ പാക്കറ്റാണ്. ഏത് മില്ലറ്റും യൂസ് ചെയ്യാം. അങ്ങനെ ഇതിനകത്ത് പേരും നാളും ഒന്നും എഴുതിയിട്ടില്ല, മില്ലറ്റ് എന്ന് മാത്രമേ ഉള്ളൂ. ഫോക്സ് മില്ലറ്റ്, ബാൺയാർഡ് മില്ലറ്റ്, അങ്ങനെ പലതരത്തിലുള്ള മില്ലറ്റ്സ് അവൈലബിൾ ആണ്. ഇതിനകത്ത് സിമ്പിളായിട്ട് മില്ലറ്റ് എന്നേ ഉള്ളൂ. ഇത് നമ്മുടെ വോൾമാർട്ടിൽ നിന്ന് വാങ്ങിച്ച പുതിയ പാക്കറ്റാണ്. യെല്ലോ മില്ലറ്റ് എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ അത് ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല. ഇത് നമ്മുടെ പഴയ മില്ലറ്റിൻ്റെ പാക്കറ്റിനകത്ത് കറക്റ്റ് 2 കപ്പ് തന്നെ ഉണ്ടായിരുന്നു. അപ്പം 2 കപ്പ് മില്ലറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെല്ലാം ഞാൻ സെപ്പറേറ്റ് പാത്രങ്ങളിലാണ് ഇടുന്നത്. ഇനി മില്ലറ്റ് കഴുകി നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കണം. നന്നായിട്ട് കഴുകുമ്പോൾ ഇങ്ങനെ അഴുക്ക് പോലെ ഉണ്ടാവാറുണ്ട്. അപ്പം നന്നായിട്ട് കഴുകിയെടുക്കണം. അപ്പോൾ 2 കപ്പ് മില്ലറ്റിന് 1 കപ്പ് ഉഴുന്നാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ കൂടെ ഒരു 1/2 മുതൽ 1/4 ടീസ്പൂൺ വരെ നമ്മുടെ ഉലുവയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഉഴുന്നിൻ്റെ കൂടെ. എന്നിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം. ഇത് കണ്ടോ, നല്ല ഇങ്ങനെ ആ ഒരു കളറായിരിക്കും. പക്ഷെ നമ്മൾ വെള്ളം തെളിയുന്നിടം വരെ നന്നായിട്ട് വാഷ് ചെയ്ത് ഒരു 6-7 മണിക്കൂർ ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കണം. അപ്പം നമുക്ക് രാത്രിയിൽ വേണമെങ്കിൽ അങ്ങനെ സോക്ക് ചെയ്യാൻ വെക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ രാവിലെ, ഇപ്പം ഞാൻ രാവിലെയാണ് കഴുകി വെള്ളത്തിൽ കുതിരാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നമുക്ക് അരച്ചെടുത്ത് വെച്ചാൽ നാളെ രാവിലെ ഇഡലിയോ ദോശയോ ഒക്കെ ഉണ്ടാക്കാനായിട്ട് പരുവത്തിന് കറക്റ്റായിട്ട് ഇരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ സാധാരണ അരി ഉഴുന്നൊക്കെ അരയ്ക്കുന്ന പോലെ ആദ്യം ഞാൻ ഉഴുന്നും ആ ഉലുവയും കൂടി ഇട്ടതൊന്ന് അരച്ചെടുത്തിട്ടാണ് പിന്നെ മില്ലറ്റ് അരച്ചെടുക്കുന്നത്. ദോശ നിന്ന് ചുട്ടോണ്ടിരിക്കണ്ടായല്ലോ എന്ന് വെച്ചിട്ട് ചില സമയത്ത് ഇത് വെച്ച് ഇഡലി ഉണ്ടാക്കാറുണ്ട്. പക്ഷെ ദോശയാണ് കുറച്ചും കൂടി ടേസ്റ്റ്. അപ്പോൾ ആ മില്ലറ്റ് നല്ല ക്ലീൻ ആയിട്ട് അതേ വെള്ളം, നമ്മൾ കുതിർത്ത വെള്ളത്തിൽ വെച്ചിട്ട് തന്നെയാണ് അരച്ചെടുക്കുന്നത്. ഇതിൻ്റെ കൂടെ വേറെ ചോറും അതുപോലെ അരി കുതിർത്തതും ഒന്നും അരയ്ക്കാനില്ല. നമ്മളിതാ 1/2 കപ്പ് അവല് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും കൂടി അത് ഈ അരയ്ക്കാൻ തുടങ്ങുന്ന സമയത്തൊന്ന് കുതിർത്ത് വെച്ചാൽ മതി. അതും കൂടി ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശയാണ്. അപ്പോൾ ഇതാ ഒരു 6-7 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെല്ലാം ഒന്ന് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് കലക്കി വെക്കുക. രാവിലെ ആകുമ്പോൾ ഉപ്പൊക്കെ ചേർത്ത് എടുത്താൽ മതി. ഇത് പൊങ്ങി വരുന്നത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്, ഞാൻ കാണിക്കാം കേട്ടോ. അപ്പം നമ്മൾ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി അരച്ചെടുത്ത് നന്നായിട്ട് കലക്കിയിട്ട് നല്ല ചൂടുള്ളൊരു സ്ഥലത്ത് വെച്ചാൽ മതി. പക്ഷെ ഞാൻ എപ്പോഴും, അത് വിൻ്റർ ആയാലും സമ്മർ ആയാലും, ഇഡലിയുടെ മാവ് അരയ്ക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു കുക്കിംഗ് റേഞ്ചിൻ്റെ താഴെ ലൈറ്റ് ഇട്ടിട്ട് വെക്കുക ചെയ്യുന്നത്. അതിനകത്ത് നമുക്ക് ഓൺ ആക്കാൻ പറ്റുന്നൊരു ലൈറ്റ് ഉണ്ട്. അതിൻ്റെ കതവ് തുറക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ലൈറ്റ് കത്തും. പക്ഷെ നമ്മൾ കതവ് അടച്ചു കഴിയുമ്പോൾ അതിനൊരു സ്വിച്ച് ഉണ്ട്. അതൊന്ന് ഓൺ ആക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ലൈറ്റിൻ്റെ അടുത്തോട്ട് പാത്രം നീക്കി വെക്കും. നല്ല ചൂടായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് രാവിലെ ഞാൻ രാവിലെ എടുത്ത വീഡിയോയും കൂടി ഇൻക്ലൂഡ് ചെയ്തതാണ്. നല്ല പൊങ്ങി അടിപൊളിയായിട്ട് പതഞ്ഞു പൊങ്ങി കിട്ടും കേട്ടോ. നല്ല ഫെർമെൻ്റായി പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാനിതിനെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ്. അപ്പം നമുക്ക് മാവ് കൂടുതലുണ്ടെങ്കിൽ, ഓരോ വീട്ടിലെ ആവശ്യം അനുസരിച്ചിട്ടാണല്ലോ, മാവ് കൂടുതലുണ്ടെങ്കിൽ ഒരു 2 പാത്രത്തിലാക്കി നമ്മൾ എടുക്കുന്ന മാവിനകത്തോട്ട് ഉപ്പ് ചേർത്തിട്ട് യൂസ് ചെയ്താൽ മതി. പിന്നെ രണ്ടാമത്തെ പാത്രത്തിൽ നമ്മൾ ആവശ്യമുള്ളപ്പോൾ എടുത്താൽ മതി. അത് വെച്ച് ഞങ്ങൾ രാവിലെ ഇഡലിയും വൈകുന്നേരം ദോശ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ദോശയാണ് നമുക്കിവിടെ കുറച്ചും കൂടി ഇഷ്ടം ആ ഒരു ഇഡലിയുടെ ടെക്സ്ചറിനെക്കാട്ടിൽ കൂടുതലായിട്ട്. അപ്പം മില്ലറ്റ് വെച്ച് ഇതുപോലെ ഇഡലിയും ദോശയൊന്നും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഇതേ റെസിപ്പി ഫോളോ ചെയ്തൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. നമുക്ക് ടേസ്റ്റിയും ഹെൽത്തിയും യമ്മി ആയിട്ടുള്ള ഇഡലിയും ദോശയൊക്കെ ഉണ്ടാക്കിയെടുക്കാം. നമുക്കിവിടെ ദോശയാണ് പ്രിഫറൻസ് എന്നുള്ളതേ ഉള്ളൂ. എപ്പോഴും എളുപ്പം ഇഡലിയാണല്ലോ, ഒരു കോഴി ഒഴിച്ച് ആവി കയറി വന്നിട്ടുണ്ടെങ്കിൽ എളുപ്പമാണല്ലോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഉറപ്പായിട്ടും അഭിപ്രായം അറിയിക്കണം. അപ്പോൾ ഇതാ നമ്മുടെ സാമ്പാറിൻ്റെ ബാക്കി പരിപാടിയിലോട്ട് കിടക്കാം. നമ്മുടെ പച്ചക്കറിയൊക്കെ ഒരു വിസിലടിച്ച് അതിൻ്റെ പ്രഷറൊക്കെ പോയപ്പോൾ തുറന്ന് നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ എന്താ വേറൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തു. അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്തു. ഇനി കുറച്ച് കടുകിട്ട് അതൊന്ന് പൊട്ടി വരുമ്പോൾ കുറച്ച് വറ്റൽമുളകും കൂടി ആഡ് ചെയ്തു. അപ്പോൾ ഈ കടുകിട്ടുള്ള വിസ്ഫോടനം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് നമ്മുടെ ആ ഒരു അടപ്പ് വെച്ചിട്ടൊന്ന് അടച്ചു വെച്ചത്. അപ്പോൾ അതിനകത്ത് ആവി കയറാതിരിക്കാൻ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി അതിലോട്ട് സവാളയും വെണ്ടയ്ക്ക കട്ട് ചെയ്തതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നമുക്ക് ഈ വെണ്ടയ്ക്കയുടെ കിളുകിളുപ്പ് പോലെ ആ ഒരു സ്റ്റിക്കിനെസ് മാറാൻ വേണ്ടിയിട്ട് ഉള്ളിയുടെ കൂടെ നമ്മൾ കടുക് പൊട്ടിക്കുന്ന സമയത്ത് ആഡ് ചെയ്ത് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ സ്റ്റിക്കിനെസ് മാറി അത് നന്നായിട്ട് കുക്കായി വരുമ്പോൾ പിന്നെ നമ്മൾ പൊടികളൊക്കെ ആഡ് ചെയ്ത് നമ്മുടെ ഈ വേവിച്ച പച്ചക്കറിയും കൂടെ ആഡ് ചെയ്താൽ നമ്മുടെ ആ വെണ്ടയ്ക്കയുടെ ആ സ്റ്റിക്കിനെസ് ഒക്കെ മാറി നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സാമ്പാർ തന്നെ കിട്ടും. അപ്പോൾ ഇതാ വെണ്ടയ്ക്ക ഒന്ന് കുക്കായി വന്ന സമയത്ത് അതിനകത്തോട്ട് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നമ്മുടെ ബ്രാഹ്മിൺസിൻ്റെ സാമ്പാർ പൊടിയാണ് ചേർക്കുന്നത്. അതെപ്പോഴത്തെ എൻ്റെ ഒരു കണക്ക് ഒരു 4 ടീസ്പൂൺ അങ്ങോട്ട് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് പൊടികളുടെ പച്ചമണം ഒക്കെ ഒന്ന് മാറി വരണം. അപ്പോൾ പൊടികൾ ആഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഇവിടുത്തെ ചൂടിന് ഇത്തിരി ഐസ്ക്രീം ആകാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മുടെ ഈ ഒരു റിയൽ ഡെയറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐസ്ക്രീം, അത് നമ്മുടെ വോൾമാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇതിന് നമ്മുടെ നാട്ടിലെ ഒരു ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ് തോന്നാറുണ്ട്.
മിക്കവാറും പല ഐസ്ക്രീംസിനും ഇവിടെ വേറൊരു ടേസ്റ്റാണ് എനിക്ക് ഫീൽ ചെയ്യാറ്. പക്ഷേ ഈ ഒരു ഐസ്ക്രീമിന് അധികം മധുരവും ഇല്ല, നമ്മുടെ നാട്ടിലെ ഒരു ഐസ്ക്രീമിൻ്റെ ടേസ്റ്റാണ്. അതിൻ്റെ കൂടെ ഈ ഒരു സൺഡേ സിറപ്പ് എന്ന് പറഞ്ഞിട്ട് സ്ട്രോബെറി ഫ്ലേവറാണ്. സ്ട്രോബെറിയും കാരമലും ചോക്ലേറ്റും ഒക്കെ അവൈലബിൾ ആണ്. ഈ ഒരു ബോട്ടിൽ നമ്മൾ വോൾമാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പം നമ്മുടെ ഈ ഒരു വാനില ഐസ്ക്രീമിൻ്റെ മുകളിലോട്ട് ഇതും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി യമ്മി ടേസ്റ്റാണ്. അപ്പം എപ്പോഴും കഴിക്കണ്ട, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ട്രീറ്റ് ചെയ്യണം തോന്നുമല്ലോ നല്ലൊരു സണ്ണി ഡേയിൽ. അപ്പം നല്ല അടിപൊളി ലുക്കുമാണ്, നല്ല അടിപൊളി ടേസ്റ്റുമാണ്. എനിക്ക് ഈ ഒരു സ്ട്രോബെറി ഫ്ലേവർ വാനിലയുടെ കൂടെ നല്ല ഇഷ്ടപ്പെട്ടു. അതല്ലെങ്കിൽ നമുക്ക് ചോക്ലേറ്റോ കാരമലോ ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ പൊടികളുടെ പച്ചമണം ഒക്കെ ഒന്ന് മാറി വന്ന സമയത്ത് നല്ല വാളൻ പുളി അല്ലെങ്കിൽ പിഴുപുളി എന്ന് പറയില്ലേ, അത് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഒരു വലിയ തക്കാളി ആഡ് ചെയ്ത് കൊടുത്തു. അത് പിന്നെ ഞാൻ ഒത്തിരി അങ്ങനെ വേവാനോ സോഫ്റ്റ് ആവാനോ ഒന്നും നിൽക്കില്ല. എന്നിട്ട് അതിനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ പച്ചക്കറിയും പരിപ്പും കൂടി വേവിച്ചതും കൂടി ആഡ് ചെയ്തു. വെള്ളം കൂടി ആഡ് ചെയ്ത് അത് ചൂടുവെള്ളം ഒഴിക്കുക. എന്നിട്ട് അതും കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ശർക്കരപ്പൊടിയാണ്. പുളിയും എരിവും ആ ഒരു ഉപ്പും എല്ലാം കൂടി ബാലൻസ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് ശർക്കരപ്പൊടി ആഡ് ചെയ്തത്. അതൊരു 1-2 ടീസ്പൂൺ ആഡ് ചെയ്താൽ മതി. ശർക്കര ഉണ്ടയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ആഡ് ചെയ്യാം. അപ്പോൾ അത് നമുക്കതിനകത്ത് ഇമ്പ്യൂരിറ്റീസ് ഒന്നും ഇല്ലയെന്ന് ഉറപ്പാക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ലാസ്റ്റിലായിട്ട് കുറച്ച് കായപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നല്ല NS പെരിങ്കായപ്പൊടിയാണ്. അതും കൂടി ചേർത്ത് കൊടുത്ത് ഇനി ഒരു തിളയൊക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ തക്കാളി അതിനകത്ത് തന്നെ കിടന്ന് വെന്തോളും. ഇനി ലാസ്റ്റിൽ ഇച്ചിരി മല്ലി ഇലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ പരിപാടി അടിപൊളിയായിട്ട് റെഡിയായി. അപ്പോൾ സെപ്പറേറ്റ് കടുക് വറക്കേണ്ട, എന്തായാലും നമ്മൾ കടുക് വറക്കും. അപ്പോൾ അതിനകത്തോട്ടിട്ട് ഈ ഒരു ഉള്ളിയും നമ്മുടെ വെണ്ടയ്ക്കയും ഒക്കെ ഒന്ന് കുക്കാക്കി ഇതും കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അലൂമിനിയം പ്രഷർ കുക്കറിൽ നിന്ന് ഞാനിപ്പോൾ അതിനെ സ്റ്റീൽ പാത്രത്തിലോട്ട് ആക്കി വെച്ചിട്ടുമുണ്ട്. അപ്പോൾ പുളിയൊക്കെ ചേർക്കുമ്പോൾ അലൂമിനിയത്തിനകത്ത് ഒത്തിരി നേരം വെക്കരുതെന്ന് പറയാറുണ്ടല്ലോ. എപ്പോഴും പറഞ്ഞ് ബോറടിപ്പിക്കുന്നതല്ല, പക്ഷേ എന്നാലും കോസ്കോയിൽ എപ്പോൾ ബീൻസ് കണ്ടാലും ഞാൻ വാങ്ങിച്ച് അരിഞ്ഞ് വെക്കാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം നമ്മുടെ സാധാരണ ബീൻസ് അവൈലബിൾ അല്ലായിരുന്നു. അതുകൊണ്ട് ഷുഗർ സ്നാപ്പ് പീസ് എന്നോ മറ്റോ ആണ് ഇതിൻ്റെ പേര്. ഇതിനെ കണ്ടപ്പോൾ ഇതങ്ങ് വാങ്ങിച്ചു, വേറെ ബീൻസ് അവൈലബിൾ അല്ല. അപ്പോൾ ബീൻസ് അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോരൻ വെക്കാൻ നല്ല ഈസിയാണ്. ജോലിയുള്ള ദിവസമാണെങ്കിൽ പോലും പെട്ടെന്ന് എടുത്ത് തോരൻ വെക്കാൻ പറ്റും. നമ്മുടെ ഈ ഒരു നിഞ്ചയുടെ ഫുഡ് പ്രോസസ്സർ വാങ്ങിച്ചത് നമ്മുടെ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അതിനകത്ത് നമ്മുടെ ചപ്പാത്തിയുടെ മാവൊക്കെ കുഴയ്ക്കാൻ നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇതിനകത്ത് ഉള്ളിയും അതുപോലെ വെജിറ്റബിൾസും ഒക്കെ കട്ട് ചെയ്യുന്നതും കൂടി കാണിക്കാമോ എന്ന് ചോദിച്ചിട്ട് എനിക്കൊരു കമൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് കട്ട് ചെയ്യുന്നത് ബീൻസ് ആണ്. അപ്പോൾ ബീൻസ് അങ്ങനെ നമ്മൾ കൈവച്ച് കട്ട് ചെയ്യുന്ന പോലെ റൗണ്ടിലൊന്നും വരത്തില്ല. നല്ല ചന്നം ഭിന്നം ചെറുതായിട്ട് കട്ട് ചെയ്ത് കിട്ടും. അപ്പോൾ എന്നെ സംബന്ധിച്ച് നമ്മുടെ കൺവീനിയൻസും കൂടി നോക്കുമ്പോൾ എനിക്കത് വളരെ കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയതുകൊണ്ട് നമ്മൾ ഫുൾ ബീൻസിനെ അങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇത് വെച്ചിട്ട് തോരനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കുറച്ച് വെള്ളം നമ്മുടെ കൈവച്ച് കട്ട് ചെയ്യുന്നതിനെക്കാട്ടിലും ഫ്രോസൺ ആയതുകൊണ്ട് തന്നെ ഇറങ്ങി വരുന്നത് കൂടുതലാണെന്ന് തോന്നി. പക്ഷേ അതങ്ങ് കുക്കാവുമ്പം വെള്ളമൊക്കെ വറ്റിപ്പോകുമ്പം തോരൻ ഓക്കെ ആയിട്ട് തന്നെയാണ് കിട്ടിയത്. പക്ഷേ ഈ കുത്തിയിരുന്ന് ഇതിങ്ങനെ ചെറുതായിട്ട് അരിയുന്നതിന് പകരം ഇത് നമ്മുടെ കൈവച്ച് അരിയുന്നത് പോലെ അല്ല, ഒത്തിരി ഇങ്ങനെ ഫൈനായിട്ടാണ് കിട്ടുന്നത്. പക്ഷേ പണി ഭയങ്കര ഈസിയാണ് കേട്ടോ. ഞാനത് ഫുൾ ബീൻസും അങ്ങനെ തന്നെയാണ് കട്ട് ചെയ്തെടുത്തത്. ഇനി വരുന്ന ബീൻസുകളും അങ്ങനെ തന്നെ കട്ട് ചെയ്തെടുക്കാനുമാണ് ഉദ്ദേശം. അപ്പം നമ്മൾ കഴുകിയെടുത്തിട്ട് പേപ്പർ ടവലിലൊക്കെ ഇട്ട് അതിൻ്റെ വെള്ളമയമൊക്കെ ഒന്ന് കഴിവതും മാറ്റിയിട്ടാണ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് തന്നെ കുക്ക് ചെയ്യുമ്പോൾ കുറച്ചേറെ വെള്ളം ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. ഭയങ്കര തിന്നായിട്ട് ചെറുതായിട്ട് ചോപ്പായി പോകുന്നതുകൊണ്ടായിരിക്കാം. പക്ഷേ കൺവീനിയൻസ് വൈസ് ഭയങ്കര കൺവീനിയൻ്റ് ആണ് കേട്ടോ. അപ്പം നല്ലൊരു അടിപൊളി സാധനമാണ്. ഇനി വരുന്ന വീഡിയോസിൽ ഞാൻ ഉള്ളി കട്ട് ചെയ്യുന്നതും ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് വളരെ ചെറുതായിട്ട് കുഞ്ഞായിട്ട് ചോപ്പ് ചെയ്തെടുക്കാനോ നീളത്തിൽ കട്ട് ചെയ്ത് ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ പരുവത്തിലെടുക്കാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ നമ്മുടെ സ്ഥിരം ബീൻസ് ഇല്ലാത്തതുകൊണ്ട് ഇപ്രാവശ്യം ഇതും കോസ്കോയിൽ നിന്ന് തന്നെയാണ്. ഷുഗർ സ്നാപ്പ് പീസ് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് നമ്മുടെ ബീൻസ് പോലെ അല്ലല്ലോ. അപ്പം നമുക്കെപ്പോഴും നമ്മുടെ സാധാരണ ബീൻസ് തന്നെയാണ് ഇവിടെ ഫേവറേറ്റ്. പിന്നെ അതില്ലാത്തത് കൊണ്ടും എൻ്റെ പണി എളുപ്പമാക്കാനും വേണ്ടിയിട്ടാണ് ഇപ്രാവശ്യം ഇതങ്ങ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കട്ട് ചെയ്ത് വന്നപ്പോൾ നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു വലിയൊരു പാത്രത്തിലും പിന്നെ എൻ്റെ സ്ഥിരം പ്ലാസ്റ്റിക് പാത്രത്തിലും ഒക്കെ ആക്കിയിട്ട് ഇതിനെ അങ്ങനെ അങ്ങോട്ട് ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിനിയും ജോലിയുള്ള ദിവസങ്ങളിൽ എടുക്കാൻ നല്ല എളുപ്പമാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഈ സാമ്പാർ ഉണ്ടാക്കി വെച്ചത് തന്നെ നാളത്തെ നമ്മുടെ ഇഡലി ഉണ്ടാക്കുന്നതിനും ചോറിനും ഒക്കെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അതുപോലെ നമ്മുടെ തോരനാണെങ്കിൽ ഉണ്ടാക്കി വെച്ചാൽ ഒരു 2 ദിവസം അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 1.5 ദിവസമെങ്കിലും പോവും. അപ്പം അത് 2 ദിവസത്തേക്കുള്ളൊരു പണിക്ക് ഒരു എളുപ്പമാവുമല്ലോ. പിന്നെ ഇതുപോലെ നമ്മുടെ പച്ചക്കറി കട്ട് ചെയ്ത് വെക്കുന്നതാണെങ്കിലും ഇഡലി കരച്ച് വെക്കുന്നതാണെങ്കിലും ഒക്കെ ഇതുപോലൊരു വർക്ക് വീക്ക് വരുമ്പം എനിക്കിനി 5 ദിവസം അങ്ങോട്ട് കണ്ടിന്യൂസ് നൈറ്റാണ്. നമ്മുടെ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവർക്ക് അറിയാമല്ലോ, ഞാൻ നൈറ്റ് മാത്രമാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളത്. അപ്പം നൈറ്റൊക്കെ കഴിഞ്ഞ് രാവിലെ വരുമ്പം ഒരു
ദീർഘനേരമുള്ള കുക്കിംഗ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതുപോലെ കുറച്ച് പച്ചക്കറികളൊന്ന് കട്ട് ചെയ്ത് ഫ്രീസ് ചെയ്തും ഫ്രിഡ്ജിലും ഒക്കെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിലും ഒരു 2 ദിവസത്തേക്ക് എന്താ ഷിഫ്റ്റ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു 2 ദിവസത്തേക്ക് ഒന്ന് കുക്ക് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല എളുപ്പമാവും. അപ്പം നമുക്ക് ഈ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടിൽ എന്തുകൊണ്ടും ഭേദമാണല്ലോ. നമുക്ക് ഈ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതൊക്കെ നമ്മളൊരു വിശ്വാസത്തിൽ നമ്മുടെ പൈസ കൊടുത്ത് നല്ലതായിരിക്കും എന്നൊരു വിശ്വാസത്തിലാണ് വാങ്ങിച്ച് കഴിക്കുന്നത്. അപ്പോൾ അതിനെക്കാട്ടിൽ എന്തുകൊണ്ടും ഭേദമാണ് നമ്മൾ ഇതുപോലെയുള്ള ചെറിയൊരു പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പണി വളരെ എളുപ്പമാവുകയും ചെയ്യും. നമുക്ക് കുറച്ചുകൂടി വിശ്വാസത്തിൽ നമ്മുടെ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാനും കൊടുക്കാനും ഒക്കെ പറ്റും. അപ്പോൾ ഉള്ളിയാണെന്നുണ്ടെങ്കിലും ഒരു 2-3 ദിവസത്തേക്കുള്ളതൊക്കെ ഒന്ന് പൊളിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല എളുപ്പമാവും. അത് എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്രിഡ്ജിനകത്ത് ആ ഒരു സ്മെല്ല് വരികയില്ല. നമുക്ക് പൊളിക്കുന്നത് ഇത്ര വലിയ പണിയാണോ എന്ന് തോന്നിയാലും നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചെറിയ പണികളൊന്നും ഒഴിവാക്കി കിട്ടിയാൽ പോലും നമുക്കത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ആ ഒരു സമയത്ത് നമ്മുടെ പണികളൊക്കെ ഒന്ന് പെട്ടെന്ന് തീർക്കാനും പിന്നെ ഒരു 5 ദിവസം കഴിയുമ്പോഴാണെങ്കിലും വീടും ഒക്കെ ഒന്ന് ക്ലീനായി ഒക്കെ പോകണം എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കുഞ്ഞു പണികളൊക്കെ സൈഡിൽ കൂടി ഒന്ന് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഒത്തിരി സഹായമാണ്. അപ്പോൾ അത് നമ്മുടെ ഓരോരുത്തരുടെയും ജോലിയുടെ സ്വഭാവം അനുസരിച്ചിട്ടും നമുക്ക് കിട്ടുന്ന സമയത്തിൻ്റെയും നമ്മുടെ ഒരു എന്താ പറയണ്ട ഓരോ ദിവസത്തിൻ്റെ അനുസരിച്ചിട്ടിരിക്കും. അപ്പോൾ നമുക്കൊരു ബിസി വീക്കൊക്കെ വരുന്ന സമയത്ത് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമ്മുടെ മുറ്റത്ത് ഫ്രണ്ടിൽ നിൽക്കുന്ന പിയണിയാണ്. പിയണി എന്നാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പേര്. അപ്പോൾ ഇത് വൈറ്റ് പിയണിയും ഡാർക്ക് പിങ്ക് പിയണിയുമാണ്. ഇതിന് നല്ല ഒരു മണമാണ് എന്ന് പറഞ്ഞ് ഈ ഒരു ഫ്ലവർ കാണുമ്പോൾ നമ്മൾ ഇതിലോട്ട് മുഖം വെച്ച് മണപ്പിക്കരുത്. ഇതിനകത്ത് കുറേ ജീവികളുണ്ട്. അപ്പോൾ നമ്മൾ ഫേസ് ഇച്ചിരി ദൂരോട്ട് മാറ്റി വെച്ചിട്ട് തന്നെ സ്മെല്ലെടുത്താൽ തന്നെ നമ്മൾ അവിടെ കൂടെ നടന്നു പോയാൽ തന്നെ ഇതിൻ്റെ സ്മെല്ല് നമുക്ക് കിട്ടും. നല്ല സ്മെല്ലാണ്. ഇതിപ്പോൾ ഒരു 4 വർഷം മുമ്പ് വെച്ച ചെടിയാണ്. അപ്പോൾ വിൻ്റർ ആവുന്ന സമയത്ത് ഇവിടുത്തെ വിൻ്ററിൽ ഈ ചെടിയെല്ലാം ഉണങ്ങിപ്പോവും. പിന്നെ വീണ്ടും സ്പ്രിങ് ആവുമ്പോൾ വീണ്ടും തളർത്ത് കിളിച്ചു വരും. അപ്പോൾ ഓരോ വർഷം കഴിയും തോറും ചെടി കുറച്ചും കൂടി വലുപ്പം വെച്ച് വരും. ഫ്ലവേഴ്സ് ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഫ്ലവറിനാണെങ്കിലും കുറച്ചുകൂടി വലുപ്പം വെച്ച് വരും. നമ്മുടെ റോസാപ്പൂവിൻ്റെ ഒക്കെ പോലെ ഭംഗിയാണെന്നുണ്ടെങ്കിലും ഒരു 2 ആഴ്ചയൊക്കെയാണ് ഇതിൻ്റെ ഒരു ഫ്ലവേഴ്സ് നിൽക്കുന്നത്. നല്ല മണവുമാണ്. പല കളേഴ്സ് നമുക്കിവിടെ അവൈലബിൾ ആണ്. യെല്ലോ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു ഹാങ്ങിങ് ബാസ്ക്കറ്റിൽ വെച്ചിരിക്കുന്ന ഫ്ലവർ നമ്മുടെ ഫ്രണ്ടിലും കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരമായി വെയിലൊക്കെ ഒന്ന് കുറഞ്ഞു വന്നപ്പോൾ വിനീത് നമ്മുടെ വീട്ടിലെയും അപ്പുറത്തെ വീട്ടിലെയും കൂടി പുല്ലൊന്ന് വെട്ടുകയാണ്. അപ്പം അവർ വെട്ടുന്ന സമയത്ത് നമ്മുടെയും കൂടി വെട്ടും കേട്ടോ. അപ്പം നമ്മൾ വെട്ടുന്ന സമയത്ത് അവരുടേതും കൂടി പുല്ലൊന്ന് വെട്ടിക്കൊടുക്കും. എന്നിട്ട് ഇതുപോലെ സൈഡിലൊക്കെ ഇങ്ങനെ കിളിച്ച് നിൽക്കുന്നത് നമ്മുടെ ആ ഒരു മെഷീനകത്ത് കയറാത്തത് ഈ ഒരു ട്രിമ്മർ വെച്ചിട്ട് സൈഡൊക്കെ ഒന്ന് ട്രിം ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കളയൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് സൈഡൊക്കെ ഒന്ന് അരികൊക്കെ ഒന്ന് വെട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുല്ല് കാണാൻ ഒരു ഭംഗി ഉണ്ടാവും. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഇപ്പോൾ സിറ്റിയുടെ വാട്ടർ റെസ്ട്രിക്ഷൻ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പുറത്തൊന്നും വെള്ളം ഒഴിക്കാൻ പറ്റില്ല. നമ്മൾ ഹോസൊക്കെ എടുത്ത് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫൈനൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വെള്ളമൊക്കെ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കണം. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് എൻ്റെ ജോലി സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസമാണ്. അപ്പോൾ അങ്ങനെ വൈകിട്ടത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് ഇനി പല്ലൊക്കെ തേച്ച് ഒരുങ്ങി പോകണം. അപ്പോൾ ഓൾറെഡി വൈകുന്നേരത്തെ കുക്കിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുളിച്ചിട്ടായിരുന്നു കിടന്നിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നമുക്ക് ഇട്ടുകൊണ്ട് പോകാനുള്ള ഡ്രസ്സൊക്കെ ഒന്ന് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ജോലിക്കൊക്കെ പോകുന്നവർ തലേന്ന് ഇതുപോലെ ഡ്രസ്സൊക്കെ ഒന്ന് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലത്തെ തപ്പലും പെറുക്കലും ഒക്കെ ഒന്ന് ഒഴിവാക്കാം. അപ്പോൾ എനിക്ക് രാത്രി പോകേണ്ടതായതുകൊണ്ട് ഞാൻ വൈകുന്നേരം ഒന്ന് എടുത്തു വെച്ചിട്ട് കിടന്നു. ഇനി ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന കളറിലുള്ള കമ്മൽ ഉണ്ടായിരുന്നത് കൊണ്ട് അതും കൂടി എടുത്ത് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് 2013-ലോ 2014-ലോ മറ്റോ അമ്മ എനിക്ക് വാങ്ങിച്ചു തന്ന കമ്മലാണ്. ഇതിൻ്റെ പല കളേഴ്സ് അവൈലബിൾ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുങ്ങി റെഡിയായി വന്നിട്ട് ഇനി ഇത്തിരി ചോറൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനിങ്ങനെ ചോറ് കഴിച്ചിട്ട് കിടക്കലില്ല. ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ ഒരു 7-8 മണിക്കൂർ നല്ല ആക്റ്റീവാണല്ലോ. അപ്പോൾ ചോറൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അപ്പം നമ്മുടെ സാമ്പാറിൻ്റെ ഗുണമേന്മ കൊണ്ട് കണ്ടില്ലേ, ബാക്കിൽ സാമ്പാറൊക്കെ എടുത്ത് ബൗളിലാക്കി കുടിക്കാനൊക്കെ എടുക്കുന്നുണ്ട്. അപ്പം വിനീത് എനിക്ക് ആ സമയത്തേക്ക് ജീരകവെള്ളമൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചു. അപ്പോൾ അതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറി വന്ന മുറയ്ക്ക് ഞാൻ 2 കുപ്പിയിലാക്കി. അപ്പോൾ 2 കുപ്പിയും കൂടി ചേർന്നാൽ 1 ലിറ്റർ വെള്ളം ആവുള്ളൂ. അപ്പോൾ അതിനകത്ത് നല്ല ചൂടായിട്ട് വെള്ളം ഒഴിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. നല്ല സുഖമാണ്. നമുക്ക് രാത്രി കുടിക്കുമ്പോൾ ഒരു ഉണർവും ഉന്മേഷവും ഒക്കെ തോന്നും. ഒരു 10, 20, 25 ആകുമ്പോഴത്തേക്ക് എനിക്ക് ഇറങ്ങണം. അപ്പോൾ ഞാൻ വെള്ളമൊക്കെ എടുത്ത് ഇറങ്ങാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരണം. അതുപോലെ കമൻറ്റിലൂടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. നമുക്ക് പുതിയൊരു വീഡിയോയിൽ ഉടനെ കാണാം. എല്ലാവരും നല്ല സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.